കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ ലോട്ടറികളിലൊന്നായിട്ടുള്ള ഓണം ബമ്പർ നറുക്കെടുക്കാൻ ഇനി അധിക നാളുകൾ ബാക്കിയില്ല. സെപ്റ്റംബർ 26-നാണ് ഈ വർഷത്തെ ഓണം ബമ്പർ നറുക്കെടുപ്പ്. 500 രൂപയാണ് ടിക്കറ്റ് വില. 30 കോടിയിൽ എത്രയാണ് ഭാഗ്യശാലിയുടെ കയ്യിൽ കിട്ടുക എന്നറിയാമോ? കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രധാനപ്പെട്ട 5 ബമ്പർ ലോട്ടറികളിൽ ഏറ്റവും ജനപ്രീതി ഓണം ബമ്പറിന് തന്നെയാണ്. ഓണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നറുക്കെടുക്കുന്ന നറുക്കെടുപ്പിൽ 30 കോടി രൂപയാണ് സമ്മാനത്തുക. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന സമ്മാനത്തുകയേക്കാൾ 5 കോടിയുടെ വർധനവാണ് ഇക്കുറിയുള്ളത്. അതായത് ഇത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക കൂടിയാണ്. ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിൽപ്പന ആരംഭിച്ചു ആദ്യ ദിനത്തിൽ തന്നെ ടിക്കറ്റുകൾ തകൃതിയായി വിറ്റഴിഞ്ഞു. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. അധിക നാളുകൾ ബാക്കിയില്ല എന്നതുകൊണ്ട് തന്നെ തകൃതിയായി ആളുകൾ സമയമൊട്ടും വൈകിക്കാതെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണ്. കോടികൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇതുവഴി ഓരോ ഭാഗ്യാന്വേഷികൾക്കും ലഭിക്കുന്നത്. 1-2 പേർക്ക് മാത്രമല്ല ഓണം ബമ്പർ വഴി സമ്മാനങ്ങൾ ലഭിക്കുന്നത്. സെപ്റ്റംബർ 26-ന് ഈ വർഷത്തെ കുറേയധികം ഭാഗ്യവാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തേതുപോലെ അന്യ സംസ്ഥാനക്കാരന് സമ്മാനം ലഭിക്കുമോ എന്ന ആശങ്കയും മലയാളികൾക്കിടയിലുണ്ട്. അതിനാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ലോട്ടറി എടുക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന അതിനാൽ തന്നെ തകൃതിയായി പുരോഗമിക്കുകയാണ്. മുൻവർഷങ്ങളിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ ജില്ലകൾക്കും ഓണം ബമ്പർ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 500 രൂപ പോയാൽ പോകട്ടെ, 30 കോടി രൂപയാണ് സമ്മാനത്തുക. അതിൽ നികുതിയും ഏജന്റ് കമ്മീഷനും കഴിഞ്ഞ് സമ്മാന ജേതാവിന് ഏകദേശം 18 കോടി മുതൽ 19 കോടി രൂപ വരെ കയ്യിൽ കിട്ടും. ആര് വന്നെടുത്താലും ശരിക്കും ബമ്പർ ഇവിടെ അടിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അതെ, സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഓണം ബമ്പർ കൊണ്ട് വരുമാനം നേടുന്നത്. കേന്ദ്ര സർക്കാരിനും നല്ലൊരു വരുമാനം ഓണം ബമ്പറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നികുതി ഇനത്തിൽ നല്ലൊരു സംഖ്യ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. ടിക്കറ്റ് നിരക്കിന്റെ 40% GST, സമ്മാനത്തുകയുടെ 30% എന്നിവ കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുക. 500 രൂപ ടിക്കറ്റിന് GST ഇനത്തിൽ 200 രൂപ പോകും. ഇതിൽ പകുതി സംസ്ഥാനത്തിനും ബാക്കി പകുതി കേന്ദ്രത്തിനുമാണ്. അതായത് ടിക്കറ്റ് ഒന്നിന് 100 രൂപ വെച്ച് GST ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കും. ഇത്തവണ 97 ലക്ഷം ഓണം ബമ്പർ അച്ചടിക്കാനാണ് ലോട്ടറി വകുപ്പ് അനുമതി നൽകിയത്. ഇത് മുഴുവൻ അച്ചടിച്ചില്ലെങ്കിലും പുറത്തിറക്കുന്ന ടിക്കറ്റുകളിൽ ഭൂരിഭാഗവും വിറ്റഴിച്ച ചരിത്രമാണ് ഈ ടിക്കറ്റുകൾക്കുള്ളത്. അതിനാൽ തന്നെ GST ഇനത്തിൽ നല്ലൊരു തുക കേന്ദ്ര സർക്കാരിന് ലഭിക്കും. ഇതിനു പുറമെ 30 കോടിയിൽ നിന്ന് 30% സമ്മാന നികുതിയും 4% സെസ്സും എന്നിങ്ങനെയും കേന്ദ്ര സർക്കാരിനുള്ളതാണ്. ഇത് ഏകദേശം 9 കോടിക്കടുത്ത് രൂപയുണ്ടാകും. ഇത്തരത്തിൽ നല്ലൊരു തുക കേരളത്തിന്റെ ഓണം ബമ്പർ കൊണ്ട് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.